ഫുഡൊക്കെ കൊടുക്കുമ്പോ ചിലക്ക് എനിക്ക് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു 3-4 പ്രാവശ്യം കടി ആക്ച്വലി കടി കിട്ടിയിട്ടുണ്ട്. ഇവക്ക് കൂടുതൽ കിട്ടിയത്. അത് ആദ്യം എന്നെ കണ്ടുകൊണ്ടായിരിക്കാം. എനിക്ക് കടി ഒരു പ്രാവശ്യം കിട്ടിയിട്ട് അത് ഹീറ്റ് പീരീഡിലായിരുന്നു. ചിലപ്പോ ആ സമയത്ത് അതിന്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഇവക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കടിച്ചതാ, കൈ കയറി കടിക്കുക. ഇപ്പം ടോയ് ഭയങ്കര കാര്യമാണ്. ഒച്ചയുള്ള ടോയ് ഭയങ്കര കാര്യം. ഇത് വാങ്ങിക്കാൻ ചെന്ന വഴക്കിടുവോ? അത് വാങ്ങാൻ ചെന്ന് ചിലപ്പോ കടി കിട്ടും. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ കേട്ടോ. ഏ, No. അത് ശ്രദ്ധിച്ചായിരുന്നു. കയ്യിലേക്ക് കണ്ട്. കൊടുക്കുന്ന കൈയായിരുന്നു കടിക്കാൻ നോക്കിയതല്ല. ഓക്കെ. Good girl, good girl, good girl, good girl. ഓക്കെ കാണട്ടെ, സ്വഭാവമൊക്കെ വെളി വരട്ടെ. നോക്കട്ടെ. Pinky sit. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുവാണ്. ഇപ്പൊ ഈ ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാളെ കാണിച്ച് ബിസ്ക്കറ്റ് താഴെ വെക്കുക. താഴെ വെച്ചിട്ട് ഇയാൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇതേപോലെ തന്നെ എയിം ചെയ്ത് നിൽക്കുക. അയാൾ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നല്ല ഒച്ചയിൽ താഴെ അടിച്ചിട്ട് നോ പറയുക. ഒന്നും ചെയ്യണ്ട, അത് കാണിച്ച് അവിടെ വെക്കുക. വെയിറ്റ് ചെയ്താൽ മതി, വിളിക്കുകയൊന്നും വേണ്ട. അയാൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. കണ്ട, ഇപ്പൊ നമ്മള് നോക്കുന്നുണ്ടോ? ഇപ്പൊ ആറ്റിറ്റ്യൂഡ് മാറി, ഗ്രൗളിംഗ് ഒന്നും ഇല്ല അതിനകത്ത്. കയ്യിലെടുത്തിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് കൈവെള്ള വെച്ച് കൊടുക്കുക. കയ്യിലെടുക്കുക, യെസ് എന്ന് പറഞ്ഞിട്ട് കൈവെള്ള വെച്ച് കൊടുക്കുക. യെസ്. ഓക്കെ. സാധാരണ അവൻ തട്ടിപ്പറിച്ചോണ്ട് പോന്നേല്ലേ? അതാ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ചിട്ടാണ് അവർ റീഡ് ചെയ്യുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഓണറിന്റെ കയ്യിൽ നിന്ന് ഒരു ചലഞ്ച് അയാൾ ഫേസ് ചെയ്യുന്നത്. 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ച് നോക്കുക. ഓക്കെ, മുന്നോട്ട് വന്ന് അതെടുത്തിട്ട് യെസ് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഡോഗ് സബ്മിറ്റഡ് സ്റ്റേജിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കിലോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോ അയാൾ അത് തന്നെ നോക്കി നിൽക്കുവാണ്, അത് വന്ന് എടുത്തേനെ. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ ഒരു നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ വന്ന് എടുക്കത്തില്ലേ 100%? എടുക്കും. ഗുഡ് ഗുഡ് ഗുഡ്. തിരിച്ചു വരിക. ഗുഡ് 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 ഗുഡ്. യെസ്. ഓക്കെ, കുപ്പി മാറ്റി വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗുഡ് ഗുഡ് ഗുഡ്. ഫ്രണ്ടിലോട്ട്. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്. ഓക്കെ, ആ ടോയ് ആണോ ഇയാൾക്ക് വേണ്ടുന്നത്? അത് അവളുടെ ടോയ് അല്ല അത്. അതുകൊണ്ട് അതിനോട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ അത് കാണുമ്പോ അത് വെറുതെ ചുമ്മാ വാങ്ങിയതാ. ആണോ? ഓക്കെ, അപ്പൊ ഈ ടോയ് ഇയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ലല്ലോ? ഇല്ല, കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തപ്പോ നമ്മള് ഈ പറഞ്ഞ നോ അല്ല, അവിടെ ലീവ് ഇറ്റ് പറയുക. അതെ, അത് നമ്മള് മനസ്സിൽ ഇത്രയും കാര്യം നല്ലോണം ആലോചിച്ചാൽ മതി, അവർക്ക് മനസ്സിലായിക്കോളും. വേറെ ഒന്നും വേണ്ട. നമ്മള് സിൻസിയർ ആയിട്ടാണ് മനസ്സിലാലോചിക്കുന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ റിഫ്ലക്ട് ചെയ്തോളും. അയാളത് വിട്ടു, മറ്റേ സാധനം കൊണ്ട് കൊടുക്ക്. ഗുഡ് ഗേൾ പറഞ്ഞ് അടുത്ത് വിളിച്ച് തന്നെ കൊടുത്തു. അത് ഇത്രയും സിമ്പിൾ ആണ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ കിടന്ന് കടി കൊള്ളുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ സാധനം ഇവിടെ വെച്ചാൽ ഇയാള് 100% അടിച്ചോണ്ട് പോകുമായിരുന്നല്ലോ? ഇത് എന്തായാലും കൊണ്ടുപോയായിരുന്നു. കാരണം വാങ്ങിയിട്ട് ഒരു കാര്യം ചെയ്തായിരുന്നു, അത് താഴെ വെച്ചു. താഴെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇവിടെ കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ അവിടെയും കൂടെ ഒരു കണ്ണ് വേണം. വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ അത് കാര്യം ചെയ്യാം. ഓക്കെ, ഒരിക്കലും നമ്മൾ സാധനങ്ങൾ ഒളിച്ചു വെച്ചല്ല അവരെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എടുത്തുകൂടാത്ത സാധനങ്ങൾ അവർക്ക് വിസിബിൾ ആയിട്ട് തന്നെ വെക്കുക. അത് എടുക്കാതിരിക്കാനായിട്ടാണ് പഠിപ്പിക്കേണ്ടത്.
അതിന്റെ അകത്ത് ഇത് മറ്റേ ആ ടോക്കിംഗ് കാക്ടസ് ആ സാധനം. അപ്പൊ അതിനകത്ത് വയറും മറ്റേ ബാറ്ററി അതൊക്കെ ഉണ്ട്. അതൊക്കെ കടിച്ച പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് അപ്പൊ കൊടുക്കാണ്ടിരിക്കുന്നു. അയാളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ കൊടുക്കാതിരിക്കുന്നത്. അതെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു റിഗ്രറ്റ് തോന്നേണ്ട കാര്യമില്ല. ഇല്ല ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് പൂട്ടി വെക്കുകയാണ് ചെയ്തത് ഇത്രയും നാളും കാണിക്കാണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡയറി മിൽക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, താഴെ ഒരു പീസ് വീണു. ഒരു ഫുൾ ഡയറി മിൽക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലിവർ ഡാമേജ് ഒക്കെ ഉണ്ടാവാം. ആ സമയത്ത് അവരുടെ നല്ലതിന് വേണ്ടിയാണ് നമ്മളത് കൊടുക്കാതിരിക്കുന്നത്, അല്പം റഫായിട്ട് അവരെ മാറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് മോശം ഉദ്ദേശങ്ങളൊന്നുമില്ല. നമുക്ക് നല്ലത് വേണം, അയാൾക്ക് നല്ലത് വേണം, അത്രേ ഉള്ളൂ. നമുക്ക് കണ്ടിന്യൂസ് കടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ, ഇയാളെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ബാക്കിലായിരിക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പൊ ആ സമയത്തിന് അയാൾ ഡോക്ടറിനെ ബൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു സ്റ്റേജിൽ അതിന്റെ കൺട്രോളിന്റെ അപ്പുറത്തോട്ട് പോകും. ഇപ്പോഴായാലും ഇഞ്ചക്ഷൻ എടുക്കുന്നത് പ്രശ്നമാണ്. അവള് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ടാ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. ഒരു സ്റ്റേജില് നമ്മൾ കംപ്ലീറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ വരും. ചെവി ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ചെവിക്കകത്ത് ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഡോഗ് പെട്ടെന്ന് ഡെത്ത് ആയി പോകും ചിലപ്പോ. കാരണം അത് ബ്രെയിനിലോട്ടൊക്കെ ഇൻഫെക്റ്റ് ആവും പെട്ടെന്ന്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഡോക്ടർ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ അവര് മരുന്ന് ഒഴിച്ചു തരത്തില്ല, എന്നാ ഈ തുള്ളി മരുന്ന് കൊണ്ട് ഒഴിച്ചോളാൻ പറഞ്ഞു തരും. നമ്മളത് ഫെയിൽ ആവും, കറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം ചെവി ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാമായിട്ട് കുറച്ച് സമയം കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ പെയിൻ ഉള്ള ഡോഗിനെ ഒരിക്കലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ അന്നേരം ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് ചിന്തിക്കണം. നമുക്ക് അയാളുടെ സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ റഫായാലേ പറ്റത്തുള്ളൂ.